ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് ഏറ്റവും കൂടുതൽ വരുന്ന കൺഫ്യൂഷൻ ആണ് ARPയും AOVയും ഒന്നാണോ എന്നുള്ളത്. അത് രണ്ടും ഒന്നല്ല, ബട്ട് സിമിലർ ആയിട്ടുള്ള മെട്രിക്സുകളാണ്. AOV എന്ന് പറയുമ്പോൾ ആവറേജ് ഓർഡർ വാല്യൂ എന്ന് പറയും, ARPU എന്ന് പറയുമ്പോൾ ആവറേജ് റവന്യൂ പെർ യൂസേഴ്സ് എന്ന് പറയും. അപ്പോൾ ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഒരു AC സെല് ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. AC സെല് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ 1 ലക്ഷം രൂപ നിങ്ങൾക്ക് മാസം റവന്യൂ ജനറേറ്റ് ആയിട്ടുണ്ട്. അപ്പം 1 ലക്ഷം രൂപ ജനറേറ്റ് ആവാനായിട്ട് നിങ്ങൾ എത്ര യൂണിറ്റ് ഓഫ് AC നിങ്ങൾ സെല് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ എടുക്കാം. ഓക്കെ, അപ്പോൾ അത് 10 ആണെന്ന് കരുതുക. അപ്പം 1 ലക്ഷം രൂപ ഡിവൈഡഡ് ബൈ 10. അപ്പൊ അങ്ങനെ വരുമ്പോൾ 10,000 രൂപയാണ് നിങ്ങളുടെ AOV, ആവറേജ് ഓർഡർ വാല്യൂ. ഓക്കെ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഇത് എത്ര കസ്റ്റമേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ 1 ലക്ഷം രൂപ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് 8 കസ്റ്റമേഴ്സ് വാങ്ങിച്ചിട്ടുള്ളൂ. യൂണിറ്റ്സ് പോയിട്ടുള്ളത് ഒരേ ആൾക്കാർ തന്നെ രണ്ടും സെയിൽ വാങ്ങിച്ചിട്ടുണ്ട്, 2 യൂണിറ്റ്സ് ഓഫ് AC വാങ്ങിച്ചിട്ടുണ്ടെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ 1 ലക്ഷം രൂപ ഡിവൈഡഡ് ബൈ 8 എന്ന് വരുമ്പോൾ 12,500 ആണ് നിങ്ങളുടെ ARPU. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളൊരു ടാർഗറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഒരു കോർപ്പറേറ്റിൽ നിങ്ങൾ ടാർഗറ്റ് ബേസ്ഡ് ആണ് ജോലി ചെയ്യുകയാണെന്ന് കരുതുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ബിസിനസ്സിൽ നിങ്ങൾക്ക് ഒരു മന്ത്ലി റവന്യൂ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എത്രയാണ് മാർക്കറ്റിംഗ് നിങ്ങൾക്ക് വേണ്ടി വരിക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ മെട്രിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ മെട്രിക്സ് നിങ്ങളുടെ ബിസിനസ്സിൽ ഇത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു.